മനുഷ്യരെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എം അക്ബറിന്റെ സ്ത്രീ വിഷയത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആവർത്തന പുസ്തകം 24 അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗത്ത് ഒരു സ്ത്രീയെ ഉപേക്ഷിക്കുവാൻ ഒരു കാരണമില്ലാതെ കയറി ഉപേക്ഷിക്കാം, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആ പോഷത്തരം, ആ കള്ളത്തരം നിങ്ങൾ കേട്ടിരിക്കണം. ആ കേട്ടതിന് ശേഷം ആദ്യത്തെ ഒരു മറുപടി തന്നു. ഇനി രണ്ടാമത്തെ മറുപടിയിലേക്ക് ദൈവം അനുവദിച്ച് ഇന്ന് പ്രവേശിക്കുക. ഈ കള്ളം പറയാൻ ഏറ്റവും നല്ലത് ഒരാൾ മുസ്ലിം ആകുക എന്നുള്ളതാണ്. കള്ളം പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. ബിനു ജോർജിനെ പോലുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ ഫേസ്ബുക്കിലും ഒക്കെ കൈയോടെ പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഓരോ മനുഷ്യനും സത്യസന്ധമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ ഇസ്ലാമിൽ നിൽക്കരുതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം തക്കിയ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് മുമ്പോട്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ. ഇവിടെ 24 അധ്യായം 1 മുതൽ 5 വരെയുള്ള ഭാഗത്ത് എം അക്ബർ പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഉപേക്ഷിക്കാമെന്ന്. എന്നാൽ വാക്യം ഇങ്ങനെയാണ്: ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവന് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ട് എടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയുടെ മുമ്പാകെ അറപ്പാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത്. അവന്റെ മേൽ യാതൊരു ഭാരവും വെക്കരുത്. അവൻ ഒരു സംവത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്നു താൻ പരിഗ്രഹിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. ഈ എം അക്ബർ പറഞ്ഞ ഈ വിഷയത്തിൽ 1 മുതൽ 5 വരെയുള്ള ഭാഗത്ത് ഒരു വസ്തുവായിട്ട് അങ്ങ് ഉപേക്ഷിക്കാം, ഒരു ചരക്കായിട്ടാണ് കാണുന്നത്. അതിനെ അങ്ങ് ഉപേക്ഷിക്കാമെന്ന് പറയും. ഇത്രയും നിയമങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന് എതിരായിട്ട് ഏത് ആത്മാവാണോ ഉള്ളത്, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യദൈവത്തിന് വിപരീതമായിട്ട് ഏത് ആത്മാവാണോ ഉള്ളത്, ആ ആത്മാവ് കൊണ്ട് വായിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് എന്നെപ്പോലുള്ളവർക്ക് ബോധ്യമാകുന്നുണ്ട്. ഇനി എം അക്ബർ പറഞ്ഞൊരു വിഷയമുണ്ട്. ഇസ്ലാമിലാണ് എല്ലാ രീതിയിലും വിവാഹബന്ധത്തിനും എല്ലാ കാര്യങ്ങൾക്കും ലൈംഗികത എല്ലാ കാര്യങ്ങൾക്കും എന്താണ് മൂല്യമുള്ളതെന്ന്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പരിശുദ്ധ ഖുർആനാകട്ടെ ഞാൻ പറഞ്ഞതുപോലെ വൈവാഹിക ജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതോടൊപ്പം നല്ല രീതിയിലുള്ള വിവാഹ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനുള്ള കൃത്യമായ മാർഗദർശനം അത് വ്യക്തമായി ഓരോ രംഗത്തുമുള്ള ലൈംഗികതയുടെ വിഷയത്തിൽ വരെ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ കാര്യത്തിൽ വരെ ഓരോ ഗാർഹികമായ പ്രശ്നങ്ങളിൽ വരെയുള്ള കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും വൈവാഹിക ജീവിതം പരമാവധി നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട കൃത്യമായ ആദർശങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത്, പക്ഷേ അതോടൊപ്പം തന്നെ ഒരിക്കലും പൊട്ടിക്കാൻ കഴിയാത്തൊരു ബന്ധനമാണ് ബന്ധനം എന്ന് ഇസ്ലാം പഠിപ്പിച്ചില്ല. ശരിക്കും എല്ലാവരും കേട്ടെന്ന് മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം കൂടെ കേട്ടതുകൊണ്ട് ഈ പ്രാവശ്യം കേട്ടോ കുഴപ്പമില്ല. ഈ ഇസ്ലാമിലെ മഹർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഒരു ക്ലിപ്പ് കാണിച്ചു. ഈ മഹർ എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷം വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, നിക്കാഹാണ്. എങ്കിലും നമ്മളൊരു മലയാളി ഇതായതുകൊണ്ട് പെട്ടെന്ന് വിവാഹം വരുന്നതാണ്. ഇസ്ലാമിന്റെ ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിക്കാഹ് എന്നാണുള്ളത് പറഞ്ഞ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. വിവാഹം അല്ലെങ്കിൽ സംഭോഗം കാരണമായി ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടുന്ന നിർബന്ധമായ സ്വത്തിന്റെ പേരാണ്. വേറെയും പല പേരുകൾ ഇതിനുണ്ട്. ഇതാണ് മഹർ എന്ന് പറയുന്നൊരു സംഭവം. നിർബന്ധമായിട്ടും ഇത് മഹറിന്റെ മൂല്യം ഉള്ളതാണ്. ഇതിനെപ്പറ്റി ഇവരുടെ കർമ്മശാസ്ത്ര പുസ്തകമായ ഫത്തുൽ മുഈനിന്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അവധി നിശ്ചയിച്ചിട്ടില്ലാത്ത നിർണിത മഹറും അവധി എത്തി നിൽക്കുന്ന ബാധ്യതയുള്ള മഹറും ഭാഗികമായോ പൂർണ്ണമായോ കൈപ്പറ്റുന്നതിനായി അവൾക്ക് ഭർത്താവിനെ സുഖാസ്വാദനത്തിൽ നിന്ന് തടയാം. പ്രായമാകാത്ത കുട്ടിയുടെയും ഭ്രാന്തിയുടെയും രക്ഷാധികാരിക്കും അടിമ സ്ത്രീക്കും യജമാനും അപ്രകാരം ചെയ്യാവുന്നതാണ്. നിശ്ചിത അവധിയുള്ള മഹർ കൈപ്പറ്റാൻ വേണ്ടി സുഖാസ്വാദനത്തിന് തടസ്സം നിൽക്കാവുന്നതല്ല.
സുഖാസ്വാദനത്തിനായി ഭർത്താവിന് തന്റെ ശരീരത്തെ അനുവദിച്ചു കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് മഹറിന്റെ നിശ്ചിത അവധി എത്തിയാൽ പോലും ഭർത്താവിനെ സുഖാസ്വാദനത്തിന് അനുവദിക്കേണ്ടതാണ്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്ത്രീ യഥേഷ്ടം അനുസരണയോടെ സംഭോഗത്തിന് അനുവദിച്ചാൽ സുഖാസ്വാദനത്തിന് അനുവദിക്കാതെ മഹർ വസൂലാക്കാനുള്ള അവളുടെ അവകാശം നഷ്ടമാകും. എങ്ങനുണ്ട്? ഇസ്ലാമിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ വിവാഹത്തിനും എല്ലാ കാര്യങ്ങൾക്കും വളരെ നിയമപരമാണ്. ലൈംഗികതയ്ക്ക് പോലും നിക്കാഹ് കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിലെ ആ പെണ്ണിന് കിട്ടുന്ന സംഭവമാണ് എന്ത്? ഇത്രേ ഉള്ളൂ. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്ത്രീ യഥേഷ്ടം അനുസരണയോടെ സംഭോഗത്തിന് അനുവദിച്ചാൽ സുഖാസ്വാദനത്തിന് അനുവദിക്കാതെ മഹർ വസൂലാക്കാനുള്ള അവളുടെ അവകാശം നഷ്ടമാകുന്നു. എന്ന് വെച്ചാൽ രാത്രിയിൽ ഭർത്താവിനെ ശാരീരികമായിട്ട് സന്തോഷിപ്പിക്കുന്നതിന് ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കുന്ന സംഭവമാണ് മഹർ. കാര്യം മനസ്സിലായോ? ഇനിയുണ്ട്. അക്ബർ സാഹിബ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാവൂ? വിശുദ്ധ വേദപുസ്തകത്തിന്റെ നിയമം അനുസരിച്ച് ഏറ്റവും നല്ല വിവാഹമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഗതികേട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിവാഹ ജീവിതം ഇല്ലായിരിക്കാം. നിങ്ങൾക്ക് നിക്കാഹാണല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അതൊരു ഗതികേടായിട്ട് അങ്ങ് വെച്ചാൽ മതി. ഇനി കർമ്മശാസ്ത്ര പുസ്തകം വോളിയം 4 അതിന്റെ 325 പേജിൽ ഒരു കാര്യം പറഞ്ഞു. ചരക്കിന് വില കൊടുക്കാൻ പറ്റുന്ന എന്തും മഹറായി കൊടുക്കാവുന്നതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചരക്കാണെന്ന്, വിൽപ്പന ചരക്കാണെന്നൊക്കെ എം.എം. പറഞ്ഞപ്പോഴത്തേനുവേ ഈ മഹർ എന്ന് പറയുന്നത് ചരക്കിന് വില കൊടുക്കാൻ പറ്റുന്ന എന്തും. ചരക്കെന്ന് വെച്ച് കഴിഞ്ഞാല് കടകമ്പോളത്തിൽ വെച്ചിരിക്കുന്ന എന്ത് സാധനവും ചരക്കാണ്. അതേപോലെ തന്നെ ഇതിനെ പെണ്ണിനെ ഇവിടെ കണ്ടിട്ടുള്ളൂ. ഈ പെണ്ണിനും എന്ത് ചെയ്യാം? എന്തായിട്ട് കൊടുക്കാം? ചരക്കിന് വില കൊടുക്കുന്ന പറ്റുന്ന എന്തും മഹറായിട്ട് കൊടുക്കാതെ. ഇനി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ചരക്കിന് വില കൊടുക്കാൻ പറ്റുന്ന എന്തും മഹറായി കൊടുക്കാം. അത് റൊക്കമോ കടമോ സാധനമായോ കടമായോ വല്ലതിൻ്റെയും പ്രയോജനത്തിൻ്റെയോ മഹറായി കൊടുക്കാവുന്നതാണ്. മഹർ പറഞ്ഞാൽ അത് അവൾക്കുടമപ്പെടും. അത് കൈവശം നൽകിയാൽ അവൾക്കതിൽ ഇടപാടുകളും ചെയ്യാം. രണ്ടാളും തമ്മിൽ ഭോഗിക്കുകയോ അവരിൽ ഒരാൾ മരിക്കുകയോ ചെയ്താൽ മഹർ സ്ഥിരപ്പെട്ടു. മഹർ കിട്ടാതെ തന്നെ പിടിച്ച് ഭോഗിക്കാൻ ഭർത്താവ് ശ്രമിച്ചാൽ കൂട്ടാക്കാതിരിക്കാൻ അവൾക്ക് അവകാശമുണ്ട്. മഹറിന് അവധി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാടില്ലാതാനും. മഹർ കിട്ടാതെ തന്നെ അവൾ ഭോഗിക്കാൻ ദേഹം കാണിച്ചു കൊടുക്കുകയും അവൻ പിടിച്ച് സംഭോഗം ചെയ്ത് സുഖിക്കുകയും ചെയ്താൽ പിന്നെ മഹറിന് വേണ്ടി അവനെ തടുത്തു നിർത്താൻ അവൾക്ക് അവകാശമില്ല. എങ്ങനുണ്ട്? മഹർ കിട്ടാതെ തന്നെ അവൾ ഭോഗിക്കാനെ ദേഹം കാണിച്ചു കൊടുക്കുകയും ഇനി അവൻ പിടിച്ച് സംഭോഗം ചെയ്ത് അതിനും മഹർ കൊടുക്കണം. ഈ മഹർ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായോ? ഏതേലും ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ഈ പരിപാടി ഉണ്ടോ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ആ മധുവിധു ആഘോഷമൊക്കെ കഴിയുമ്പോഴത്തേനും ഏതേലും ഒരു ഹിന്ദുവിന്റെ വീട്ടിലുണ്ടോ? ഹിന്ദുവിന്റെ വിട്ടേര് ക്രിസ്ത്യാനികളുടെ വീട്ടിലുണ്ടോ? അതുകൊണ്ട് എം.എം. പോലുള്ള ഈ ജിഹാദികളോട് പറയാണ്, എല്ലാ കാക്കാന്മാരോടും എല്ലാ മേത്തന്മാരോടും പറയാണ്, ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ശരിക്കും വായിച്ചിട്ട് വേണം ബൈബിളിന് നേരെ വരാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മറച്ച് ഇതേപോലെ വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ എടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കും. കാര്യം മനസ്സിലായോ? ബൈബിളിൻ്റെ അകത്തുള്ള വിവാഹത്തിന് മൂല്യമില്ലാതെ വിവാഹത്തിന് മൂല്യമുള്ളവരുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇനിയുണ്ട്, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം. എങ്ങനെ? ഇസ്ലാമിലെ ഭർത്താക്കന്മാര് അവരുടെ ഭാര്യ എന്ന് പറയുമ്പോൾ അവരുടെ കൃഷിയിടങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെലവിന് കൊടുക്കണം. ചെലവിന് കൊടുക്കാൻ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. എന്നെ ഒന്നും പറയരുത്, ഇത് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്: പത്നി തന്റെ മേനി ഭർത്താവിന് സമർപ്പിക്കുകയോ അവന്റെ ഇച്ഛകൾക്ക് വിട്ടുകൊടുക്കുകയോ അവൾ മൈനറെങ്കിൽ രക്ഷിതാവ് അവളെ അവന് സമർപ്പിക്കുകയോ ചെയ്താൽ ആ നിമിഷം മുതൽ അവൻ അവളുടെ ചെലവുകൾ നിർവഹിക്കൽ അനിവാര്യം. ഭർത്താവ് മേജർ ആണെങ്കിലും ഭോഗം ചെയ്യാൻ കഴിയാത്ത മൈനർ ആണെങ്കിലും സമം. എന്നാൽ
ഭോഗിക്കാൻ പറ്റാത്ത മൈനറായ ഭാര്യ തന്റെ ദേഹം അവന് സമർപ്പിച്ചാലും ചെലവിന് കൊടുക്കാൻ നിർബന്ധമില്ല. രാവും പകലും ഇല്ലാതെ ഏത് നിമിഷവും തന്നെ ആസ്വദിക്കാൻ ഭർത്താവിന് വിട്ടുകൊടുത്താൽ മാത്രമേ ഭാര്യമാർക്ക് ചെലവ് നിർബന്ധമുള്ളൂ. നിക്കാഹ് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ആദ്യരാത്രി എല്ലാം കഴിഞ്ഞ് മഹറും കൊടുത്ത് പിന്നെ അവക്ക് ചെലവിന് കൊടുക്കണമെങ്കിലുള്ള നിയമമാണ് നിങ്ങൾ ഈ കണ്ടത്. എന്ത്? പത്നി എന്ന് വെച്ചാൽ ഭാര്യ തന്റെ ഭർത്താവിന് മേനി സമർപ്പിക്കുകയോ അവന്റെ ഇച്ഛകൾ എന്താണോ അതിന് വിട്ടുകൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? ചെലവിന് കൊടുക്കാം. രാവും പകലും ഇല്ലാതെ ഏത് നിമിഷവും തന്നെ ആസ്വദിക്കാൻ ഭർത്താവിന് വിട്ടുകൊടുത്താൽ മാത്രമേ ഭാര്യമാർക്ക് ചെലവ് നിർബന്ധമുള്ളൂ. മനസ്സിലായോ? ഭർത്താവ് പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? അങ്ങ് കൊടുത്തുകൊണ്ടിരുന്നോണം. രാവും പകലും ഇല്ലാതെ ഏത് നിമിഷവും. എങ്കിൽ മാത്രമേ നല്ല ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ കിട്ടൂ, നല്ല വസ്ത്രങ്ങൾ കിട്ടൂ, നല്ല കാറ് കിട്ടൂ, വില കൂടിയ കെട്ടിടങ്ങൾ കിട്ടൂ. ഞാൻ പറഞ്ഞല്ല, ഇസ്ലാമിക കർമ്മശാസ്ത്ര പുസ്തകത്തിൽ നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ഈ കോഴി മുട്ടയിടാൻ വരുമ്പോഴത്തേനും പണ്ടത്തെ ആൾക്കാർ പിടിച്ചിട്ട് എന്ത് ചെയ്യും? കൊട്ടക്കടയിൽ കയറ്റി വെക്കും. കൊട്ടക്കടയിൽ കയറ്റി വെച്ച് കഴിഞ്ഞ് കോഴി മുട്ടയിട്ട് കഴിഞ്ഞിട്ട് കോഴി കൊട്ടക്കടിയിലാണെങ്കിലും കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ കൂയിക്കൊണ്ടിരിക്കും. കാര്യം മനസ്സിലായി? ഇത് എടുത്തുകൊണ്ട് പോകുന്നിടം വരെ. ഇതാണ് ഇപ്പൊ MM അക്ബറിനൊക്കെ പറ്റിയ അവസ്ഥ. ബൈബിളിനെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഇവരെന്ത് ചെയ്തു? ഇവരുടെ പുസ്തകം എല്ലാം കൂടെ കൊണ്ടുപോയില്ല, കോഴിയെ കൊട്ടക്കടിയിലോട്ട് കയറ്റി വെക്കുന്ന ഇടയ്ക്ക് കയറ്റി വെച്ചിട്ട് മൂടി വെച്ചിട്ട് പോയി. എന്നിട്ട് ഇവരെല്ലാ സ്ഥലത്തും എന്ത് ചെയ്തു? ഞങ്ങളുടെ പുസ്തകം, ഞങ്ങളുടെ കോഴി ഇപ്പം ഭദ്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ ഓരോന്ന് വിളിച്ചു പറയും. ഇപ്പൊ എന്ത് പറ്റി? കൊട്ട എങ്ങെടുത്ത് മാറ്റി. ഇപ്പൊ അതെ ജനങ്ങൾ മുഴുവനും മുഹമ്മദ് ആരാന്നും ഇസ്ലാമിലെ നിയമം എന്താണെന്നും ഭാര്യയ്ക്കുള്ള നിയമം എന്താണെന്നും അവക്കെങ്ങനെ ചെലവിന് കൊടുക്കണമെന്നുള്ള കാര്യങ്ങളും ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇനി അതേ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം? ഒരു ദിവസം അല്പനിമിഷവും പിണങ്ങിയാൽ അന്ന് ചെലവ് കൊടുക്കൽ നിർബന്ധമില്ല. ഭർത്താവിനോട് ചോദിക്കാതെ യാത്ര ചെയ്താലും അവന്റെ സമ്മതത്തോടെയാണെങ്കിലും അവളുടെ ആവശ്യത്തിന് യാത്ര ചെയ്താലും അവന്റെ സമ്മതമില്ലാതെ ഹജ്ജിന് ഇഹ്റാം ചെയ്യുകയോ സുന്നത്ത് നോമ്പ് നോൽക്കുകയോ ചെയ്താലും വെള്ളാട്ടിയായ പത്നി രാത്രി തന്റെ സൈദിന് ഭോഗിക്കാൻ സമ്മതിച്ചാലും അന്ന് അവൾക്ക് ചിലവ് കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനല്ല. എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ എൻ്റെ പൊന്നടാവേ! നിന്നെയൊക്കെ സമ്മതിച്ചിരിക്കുന്നു. ഇതും വെളുപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിൽ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോരുത്. ഇത്തരം മോശപ്പെട്ട കാര്യങ്ങളും എന്താണ് ചെയ്ത് കഴിഞ്ഞാലും അതിനും വെളുപ്പിക്കാൻ ആളുണ്ട്. ഇനി ചെലവിന് കൊടുക്കാത്ത കാര്യത്തെ പറ്റിയല്ല കേട്ടത്. എന്ത്? ഒരു ദിവസം അല്പം നിമിഷം പിണങ്ങിയാൽ അന്ന് ചെലവിന് കൊടുക്കാൻ പാടില്ല, നിർബന്ധമില്ല. നിങ്ങളുണ്ട്. എന്നിട്ടാണ് ഇതും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി MM അക്ബർ പറഞ്ഞൊരു കരുതൂര് വിവാഹത്തെ നിർബന്ധമാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അവസാനം നിർത്തുന്നത്. ഈ 2 നിക്കാഹ് ചെയ്തവന്മാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ 1-ൽ കൂടുതൽ 4 എണ്ണം ചെയ്ത നിക്കാഹ് ചെയ്തവർക്ക് ഒരു പല ഗുണങ്ങളുണ്ട് കേട്ടോ. അതെന്താ അറിയോ? ചെലവിന് വസ്ത്രം കൊടുക്കുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണ്: ഭർത്താവിന് നിർബന്ധമുള്ള കാര്യം അവനും അവളുടെ ശരീരത്തെ അവൻ ഏൽപ്പിച്ചു കൊടുക്കൽ, അവനനുസരിക്കൽ എന്നിങ്ങനെ അവൾക്ക് നിർബന്ധമുള്ള കാര്യം അവളും നിറവേറ്റാൻ നിർബന്ധമായിരിക്കണം. എല്ലാ സൗകര്യങ്ങളുമുള്ള വെവ്വേറെ മുറികളുള്ള വീടാണെങ്കിൽ താമസിപ്പിക്കാവുന്നതാണ്. ഒരു വീടിന്റെ 2 നിലകൾ ഓരോന്നിലും വെവ്വേറെ സൗകര്യമുണ്ടെങ്കിൽ 2 വീടായി പരിഗണിക്കപ്പെടാവുന്നതാണ്. ഒരേ വീട്ടിൽ താമസിപ്പിക്കൽ 2 ആൾക്കും തൃപ്തിയാണെങ്കിൽ ഒരു ഭാര്യയുടെ സാന്നിധ്യത്തിൽ വെച്ച് മറ്റേ ഭാര്യയെ സംഭോഗം ചെയ്യൽ കറാഹത്താണ്. ഹായ് എന്റെ പൊന്നടാവേ! നീയൊക്കെ എന്ത് തോൽവിയാണ് ഈ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് തോൽവി പുസ്തകമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരേ വീട്ടിൽ ഒരു പുയ്യാപ്പിളക്ക് 2 ബീബിമാരുമായിട്ട് താമസിക്കുകയാണെങ്കിൽ അവർക്ക് തൃപ്തിയാണെങ്കിലും 2 ആൾക്കും തൃപ്തിയാണെങ്കിൽ എന്താ? ഒരു ഭാര്യയുടെ സാന്നിധ്യത്തിൽ വെച്ച് മറ്റേ ഭാര്യയെ സംഭോഗം ചെയ്യുന്നത് കറാഹത്താണ്.
ഇത്തരം സാധനങ്ങൾ നിന്റെയൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടാണ് നമ്മുടെ ബൈബിളിനകത്ത് നിയമമില്ല, അതില്ല, ഇതില്ല എന്നും പറഞ്ഞിട്ട് വരുന്നത്. ഇതൊക്കെ നിയമത്തിൽ പെട്ടതാണ്. കർമ്മശാസ്ത്ര പുസ്തകമാണ്, കർമ്മശാസ്ത്ര പുസ്തകം. ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? ഇനിയോ ഏതെങ്കിലും ഒരു ഗർഭവതിയായ സ്ത്രീ അവള് പ്രസവവേദനയെടുത്ത് നിലവിളിക്കുകയാണെങ്കിലും കെട്ടിയോ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊടുത്തോണം, ശാരീരബന്ധത്തിൽ ഏർപ്പെടണം. ഇല്ലാന്നുണ്ടെങ്കിലേ വലിയ പ്രശ്നം ഉണ്ടാവും. ഞാൻ പറഞ്ഞതല്ല, ആദ്യം ഒരു ഉസ്താദ് പറഞ്ഞ കേട്ടോ. പ്രസവ വേദനയെടുത്ത് വഹിയ അല ഖതബ്, ഖതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 കഴിഞ്ഞ് 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. കേട്ടല്ല, പലകപ്പുറത്താണെങ്കിലും കാര്യം നടത്തിയിട്ട് പോകണം, ഇല്ലെങ്കിൽ അള്ളാഹു കോപിക്കും, അള്ളാഹു ശിക്ഷിക്കും. ഇങ്ങനെ ഒരു മതം എന്നിട്ട് ബാക്കിയുള്ളവന്റെ നേരെ വന്നിരിക്കുന്നു. ഇനി ആവർത്തന പുസ്തകത്തിന്റെ അകത്തൊരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായിട്ട് എടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിന് അവൾ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയുടെ മുമ്പാകെ അറപ്പാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുതെന്ന് പറഞ്ഞൊരു ഭാഗം കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭർത്താവ് ഭാര്യനെ ഉപേക്ഷിച്ചു, അതിനുശേഷം എന്താ ഉപേക്ഷണപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിച്ച് അവളെ വീട്ടിലേക്ക് എടുത്തു. അവളെ ഭാര്യയായിട്ട് എടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ അങ്ങനെ വല്ലതും ചെയ്താൽ മുമ്പിലത്തെ ഭർത്താവുക്ക് അവൾ അശുദ്ധയായ ശേഷം പിന്നെയും അവളെ ഭാര്യയായിട്ട് പരിഗ്രഹിച്ചുകൂടാ, ഭാര്യയായിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളത്. ഇത് ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ, ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ന്യായപ്രമാണത്തിന് വിപരീതമായിട്ടാണ് ഖുറാന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഖുറാന്റെ അകത്തും ഹദീസിന്റെ അകത്തും. ഖുറാന്റെ അകത്ത് 2 പശു, അതിന്റെ 230 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി മൂന്നാമതും അവൻ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവളുമായി ബന്ധപ്പെടൽ അവന് അനുവദനീയമാവില്ല. അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരെയും. എന്നിട്ട് അവൻ പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ അവരിരുവർക്കും കുറ്റമില്ല. അള്ളാഹുവിന്റെ നിയമപരിധികൾ പാലിക്കാമെന്ന് അവരിരുവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നിയമപരിധികൾ അത്രേ അവ. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു അത് വിവരിച്ചു തരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് കറക്റ്റ് അല്ലേ? വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവളുമായിട്ട് ബന്ധപ്പെടൽ അവന് അനുവദനീയമല്ല. അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരേക്കും. എന്നിട്ട് അവൻ പുതിയ ഭർത്താവിനെ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ അവരിവർക്കും കുറ്റമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന ഒരു ഹദീസുമുണ്ട്. ആയിഷ പറയുന്നു, റിഫായുടെ ഭാര്യ തിരുമേനിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ദൈവദൂതരെ, ഞാനുമായുള്ള വിവാഹബന്ധം റിഫാ വിടർത്തി. അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ വിവാഹമോചനാധികാരം മുഴുവനും അദ്ദേഹം ഉപയോഗപ്പെടുത്തി. പിന്നീട് ഞാൻ അബ്ദുൾ റഹ്മാൻ ഇബ്നു സുബൈറിനെയാണ് വിവാഹം കഴിച്ചത്. വസ്ത്രത്തിന്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന പൊടിപ്പ് പോലെയുള്ള ഒന്ന് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. തിരുമേനി ചോദിച്ചു, നീ റിഫായുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നിന്റെ തേൻതുള്ളി ഇബ്നു സുബൈറും അദ്ദേഹത്തിന്റെ തേൻതുള്ളി നീയും രുചി നോക്കും വരേക്കും അത് പാടില്ല. ഇതിന് ഈ ഖുറാന്റെ ഹദീസിന്റെ നേരെ വിപരീതമായിട്ടാണ് എന്ത് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. കാരണം ആ ദേശം മലിനമായി പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ഇവർ പറയുന്നുണ്ട് ന്യായപ്രമാണത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രവാചകൻ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തള്ളുന്ന ദാവാപ്രവർത്തകരായ MM അക്ബറും ബാക്കിയുള്ള സുന്നി മുസ്ലിങ്ങളും എല്ലാ മുസ്ലിങ്ങളും അറിയാൻ വേണ്ടിയാണ് ന്യായപ്രമാണത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്, ന്യായപ്രമാണത്തിന് വിപരീതമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ നടന്നത്. അല്ല, ന്യായപ്രമാണത്തെ ഇത് ചെയ്യാൻ വേണ്ടിയല്ല. ഇനി അതുകൂടാതെ ഇവരുടെയൊക്കെ വലിയ ഇസ്ലാമിക പണ്ഡിതൻ CH അഹമ്മദ് മൗലവി സഹീഹുൽ ബുഖാരിയുടെ അടിക്കുറപ്പിൽ പേജ് 1035 എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പുരുഷന് തന്റെ ഭാര്യമായുള്ള വിവാഹബന്ധം വിടർത്തുവാൻ 3 അവസരം അഥവാ 3 ചാൻസ് ഇസ്ലാം മതം നൽകിയിട്ടുണ്ട്. ആ 3 ചാൻസും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അവളെ പാടില്ല. തിരിച്ചെടുക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്, മറ്റൊരു പുരുഷൻ അവളെ വിവാഹം ചെയ്യണം.
എന്നിട്ട് യോജിപ്പില്ലായ്മ ആ ബന്ധവും വിടുത്തി അവൾ ഒഴിഞ്ഞിരിക്കുകയാവണം. ഇവിടെ മറ്റൊരു പുരുഷനെ അവൾ വിവാഹം ചെയ്തു എന്നത് ശരി തന്നെ. പക്ഷെ അവർ രണ്ടു പേർക്കുമിടയിൽ സ്പർശനം ഉണ്ടായിട്ടില്ല. അത് സംഭവിച്ചിട്ട് വേണം ബന്ധം വിടുത്തുവാൻ. എന്നാലേ ആദ്യത്തെ ഭർത്താവിന് വിവാഹം ചെയ്യാൻ പാടുള്ളൂ. വിശദീകരണത്തിന് ഇസ്ലാം ഒരു സമഗ്ര പഠനം നോക്കുക. ഇത്ര എഴുതി വെച്ചിട്ടുണ്ടേ, ഇത്ര ഉണ്ടേ. എന്നാല് വിശുദ്ധ വേദോത്സവത്തിൽ പറയുന്നത് എന്താ അറിയാം? ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോവുകയില്ലയോ? ഇത് ഇരമ്യാവിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ സംഭവം തന്നെ ആ ദേശം മലിനമായി പോവുകയില്ലയോ എന്ന് ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടും അതിനെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് മാറ്റാൻ ശ്രമിച്ച MM അക്ബറിന്റെ ആത്മാവും MM അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറേ ദാവാപ്രവർത്തകരും മുസ്ലിങ്ങളുടെയും മനസ്സെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി വിവാഹ ജീവിതത്തിനും വൈവാഹിക ജീവിതത്തിനും എല്ലാത്തിനും ഇസ്ലാമിൽ ഭയങ്കര നിയമമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പുസ്തകത്തിന്റെ അകത്ത് ഈ കൃഷിയിടത്തിനെ തല്ലാനുള്ള അധികാരമുണ്ടല്ലോ, അടിക്കാം എന്നുള്ളൊരു അധികാരം കിടപ്പുണ്ടല്ലോ. 4:34 പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തെക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതുകൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചുകൊണ്ടുമാണത്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളെ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം പിന്നെ നിങ്ങൾ അവർക്കെതിരിൽ ഒരു മാർഗവും തേടരുത്. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു. ഈ ബ്രാക്കറ്റിലൊക്കെ ഇട്ടതൊന്നും സംഭവം ഇല്ലാത്തതാണ് കേട്ടോ. പുരുഷന്മാരുടെ അഭാവത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ട അതൊന്നുമില്ല. അത് പിന്നീട് വന്ന കാലങ്ങളിൽ ഇതൊക്കെ എഴുതി വെച്ചാണ്. അതില്ലാതെ വായിക്കണേ അള്ളാഹു സംരക്ഷിച്ച പ്രകാരം അഭാവത്തിൽ സംരക്ഷിക്കുന്നവരുമാണ്. ഇങ്ങനെയൊക്കെ വായിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേനും അടിക്കാം എന്നുള്ളത് ഇസ്ലാമിക നിയമമാണ്. ബൈബിളിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭാര്യമാരെ അടിക്കാൻ നിയമം കൊടുത്തിട്ടുണ്ടോ? അടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ബൈബിളിനകത്ത് ഒരു നിയമവും ഇല്ല. കള്ളത്തരത്തിന് കൂട്ടി നിന്ന് ജീവിക്കാതെ MM അക്ബറിനെ പോലുള്ളവരോട് പറയുകയാണ്, മുസ്ലിങ്ങളോട് പറയാണ്, നിങ്ങൾ കള്ളത്തരത്തിൽ ജീവിച്ചു പോകാതെ സത്യസന്ധമായിട്ട് ജീവിക്കാൻ പഠിക്കും. ഇനി ഏതൊക്കെ രീതിയിൽ അടിക്കേണ്ടത് അത് കാണും. ചുട്ട പട കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പത്നി തെറ്റിപ്പിരിയുമെന്ന് ആശങ്കയുണ്ടായാൽ തുടക്കത്തിൽ അവളെ ഗുണദോഷിക്കണം. എന്നിട്ടും വളവ് തീരുന്നില്ലെങ്കിൽ കിടപ്പറയിൽ അവളെ ഒറ്റപ്പെടുത്തണം. ഫലം കാണുന്നില്ലെങ്കിൽ ചുട്ട പെട തന്നെയാണ് ഒടുക്കത്തെ ആയുധം. പക്ഷെ മുറിപ്പെടുത്തിക്കൂടാ, എല്ലിന് കേടുപറ്റിക്കൂടാ, അത്തരത്തിലേ അടിക്കാവൂ. ചോരയൊലിക്കാനും പാടില്ല. ഒരിക്കൽ പിണങ്ങുന്നവളോടും ആവർത്തിച്ച് പിണങ്ങുന്നവളോടും ഇതേ നയം തന്നെ സ്വീകരിക്കണം. ഏട്ടാ, ചുട്ട പെട കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്ത്? പത്നി തെറ്റിപ്പിരിയുമെന്ന് ആശങ്കയുണ്ടായാൽ, തെറ്റിപ്പിരിഞ്ഞിട്ടില്ല, തെറ്റിപ്പിരിയുമെന്ന് ആശങ്കയുണ്ടായാൽ. ആയത്തിന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ, അനുസരണക്കേട് കാണിക്കുമെന്ന് ആശങ്ക ഉണ്ടായാൽ. ഇതേ കർമ്മശാസ്ത്ര പുസ്തകത്തിന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പത്നി തെറ്റിപ്പിരിയുമെന്ന് ആശങ്ക ഉണ്ടായാൽ മതി. തെറ്റിപ്പിരിഞ്ഞ് പോകണ്ട, അനുസരണക്കേട് കാണിക്കണ്ട. ഈ കെട്ടിയിരിക്കുന്ന കെട്ടിയവന്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത ഉണ്ടായാൽ മതി. എന്ത് ചെയ്യാം? ചുട്ട വിട കൊടുക്കാം, ഒറ്റപ്പെടുത്തണം. കിടപ്പറയിൽ അവളെ ഒറ്റപ്പെടുത്തണം. ഫലം കാണുന്നില്ലെങ്കിൽ ചൊട്ട പേട അങ്ങോട്ട് കൊടുക്കുക. ഒടുക്കത്തെ ആയുധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കർമ്മശാസ്ത്ര പുസ്തകം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അടുത്ത ഒരു ഭാഗം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഭാര്യമാരിൽ നിന്ന് പിണക്കത്തിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷമായ ആദ്യമായി അവളെ ഉപദേശിക്കണം. എന്നിട്ടും അവൾ പിണക്കം പ്രകടമാക്കുന്ന പക്ഷം കിടപ്പ് സ്ഥാനത്ത് അവളെ വെടിയണം. സംസാരത്തിൽ വെടിയരുത്. അതും ഫലപ്പെടാത്ത പക്ഷം പരുക്കേൽപ്പിക്കാതെ വിധം അവളെ അവൻ അടിക്കണം. അഥവാ എല്ലിനെ പൊട്ടിക്കുകയോ മാംസത്തെ വ്രണപ്പെടുത്തുകയോ രക്തമൊഴുക്കുകയോ ചെയ്യാത്ത വിധം
അവൾ പലതവണ പിണങ്ങിയാലും ഒരു തവണ മാത്രമേ പിണങ്ങിയുള്ളൂവെങ്കിലും ഇപ്രകാരം ചെയ്യാവുന്നതാണ്. അല്ലേ അമ്മ സാഹിബേ? ഭയങ്കര ഇസ്ലാമിന്റെ നല്ല നിയമങ്ങളാണ് ഖുർആൻ പറയുന്നു, ഇസ്ലാമിക നിയമം പറയുന്നു, വൈവാഹിക ജീവിതം പറയുന്നു. ഇത്രയ്ക്ക് മോശപ്പെട്ട രീതിയിൽ ഈ സ്ത്രീകളെ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി അതുകൂടാതെ കിടപ്പറയിലേക്ക് ഈ ഭർത്താവ് വിളിച്ചിട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ, ഭാര്യ അങ്ങോട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു കിടന്ന് ശപിക്കൂരെ. മുആയിബിന് ജബലിൽ നിന്ന് നബി പറഞ്ഞു, ഒരു സ്ത്രീയും ഇഹലോകത്ത് തന്റെ ഭർത്താവിനെ ഉപദ്രവിക്കരുത്. അപ്പോൾ ഹൂറുകളിൽപ്പെട്ട അയാളുടെ ഭാര്യ പറയും, നീ അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, അള്ളാഹു നിന്നെ ശപിക്കട്ടെ, നിന്റെ അടുക്കൽ ഒരു അതിഥി മാത്രമാണ് അദ്ദേഹം, നീയുമായി വിട്ടുപിരിഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് വരാനായിട്ടുണ്ട്. കാരണം ഈ ഭൂമിയിൽ താമസിക്കുന്ന സുക്കൂർ, ഖാദർ, മുഹമ്മദ്, ബക്കർ, ദിക്ർ, ജബ്ബാർ എന്ന് വേണ്ട ഇവർ മുഴുവനും എന്താണെന്ന് അറിയാവോ? ഇവിടെ താമസിക്കുന്ന ആയിഷയുടെയോ അല്ലെങ്കിൽ അത്തരം സ്ത്രീകളുടെ അടുത്ത് താമസിക്കുന്ന ഒരു അതിഥിയാണ്, വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നേ. അദ്ദേഹം നിന്നെ വിട്ടുപിരിഞ്ഞിട്ട് അങ്ങ് ചെല്ലാനുണ്ടെന്ന്. എവിടെ? ഹൂറുകളുടെ അടുത്തേക്ക്. 72 ഹൂറുകളല്ല കേട്ടോ, 10,27,000 ഹൂറുകളാണ് ഒരു മുസ്ലിമിനുള്ളത്. ഖുർആൻ വായിച്ചിട്ടുള്ള ഒരു പുരുഷന് കിട്ടുന്നത് 10,27,000 ഹൂറുകളാണ്. അപ്പൊ ഖുർആൻ വായിച്ചിട്ടുള്ള ദീനിയായിട്ടുള്ള സ്ത്രീകൾക്ക് എത്ര വല്ല പുരുഷന്മാരെ അവിടെ കിട്ടുമോ? അവർക്കും എല്ലാം അവിടെ കിട്ടുമോ? അവരുടെ പുസ്തകത്തിൻ്റെ അകത്ത് വിവാഹത്തെ പറ്റി മൊത്തം എഴുതി വെച്ചിട്ടുണ്ടെന്ന്. സ്ത്രീയെ കഴുതയും സ്ത്രീയും കറുത്ത നായും ഒക്കെ നമസ്കാരത്തെ ദുർബലപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അബൂദർദ് നിവേദനം, നബി പറഞ്ഞു, ഒരാൾ നമസ്കരിക്കാൻ നിന്നാൽ അയാളുടെ മുന്നിൽ ഒട്ടകക്കട്ടിലിന്റെ പിന്നിലെ കൊള്ളി പോലുള്ളതുവരെ ഒരു മറയായി സ്വീകരിക്കാം. അതുപോലും അവന്റെ മുന്നിലില്ലെങ്കിൽ കഴുതയും സ്ത്രീയും കറുത്ത നായും അവന്റെ നമസ്കാരം ദുർബലപ്പെടുത്തും. ഞാൻ നിവേദകരിൽ ഒരാൾ ചോദിച്ചു, അബൂദറെ, ചുവന്ന നായ്ക്കും മഞ്ഞ നായ്ക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് കറുത്ത നായ്ക്കുള്ളത്? അദ്ദേഹം പറഞ്ഞു, സഹോദരപുത്ര, നീ എന്നോട് ചോദിച്ചതുപോലെ ഞാൻ നബിയോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, കറുത്ത നായ പിശാചാണ്. അങ്ങനെയുണ്ട്. 5 നേരം നിസ്കരിക്കുന്ന സമയത്തൊക്കെ കഴുതയും സ്ത്രീയും കറുത്ത നായയും അവന്റെ നിസ്കാരം അല്ലെങ്കിൽ നമസ്കാരം ദുർബലപ്പെടുത്തി കളയും. അത്രയ്ക്ക് സ്നേഹമാണ് സ്ത്രീകളോട്. എന്നിട്ടാണ് ഈ കടന്നുകൊണ്ട് പറയണത്, ബൈബിളിന്റെ അകത്ത് എവിടെയില്ല, ആവർത്തന പുസ്തകത്തിന്റെ അകത്തില്ല, ഒരു ചരക്ക് പോലാണ്. ചരക്ക് പോലെയൊന്നും അല്ല. സ്ത്രീകൾക്ക് കൊടുക്കേണ്ട മാന്യതകൾ കറക്റ്റായിട്ട് വിശുദ്ധ വേദപുസ്തകം കാണിക്കുന്നുണ്ട്. അത് നിങ്ങളത് വായിക്കേണ്ട രീതി വായിക്കാതെ ഈ ഇരുട്ടിന്റെ ആത്മാവ് വെച്ച് വായിച്ചുകൊണ്ടാണ് ഇത് മൊത്തം നിങ്ങൾക്ക് ഉണ്ടായത്. ഇപ്പൊ എന്തു പറ്റി? കണ്ടം വഴി ഓടിയിരിക്കല്ലേ? ശരിയല്ലേ? ഒരു ഉരമരുന്നിന് പോലെ അമ്മ മക്ബറെ ഞങ്ങളുടെ അടുത്തൊരു സംവാദത്തിന് പോലും താങ്കൾ വരുന്നുണ്ടോ? ഇല്ല. താങ്കൾക്ക് ഭയമാണ്. താങ്കളെപ്പോലുള്ള മുസ്ലിം സമുദായത്തിനും ഭയമാണ്. ശരിയല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ താങ്കൾ പോയി ഞങ്ങൾ 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചപ്പോഴത്തേനും വെറും 35,000-ന് ജബ്ബാറുമായിട്ട് പോയി എന്ത് ചെയ്തു? ഡിബേറ്റ് നടത്തി. എന്തേ ഞങ്ങളുടെ അടുത്തേക്ക് വരാത്തത്? ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കേരളക്കരയിൽ ഇസ്ലാം പൊളിച്ച് പിന്നെ അടിക്ക് കയ്യിലേക്ക് ഇപ്പൊ തന്നെ പൊളിഞ്ഞൊരു പരിപാടിയിട്ടിരിക്കുക. ആ ഭയത്താലാണ് വരാത്തതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എന്നെ കേട്ടാൽ ദൈവമക്കളെ നിങ്ങളോട് പറയുകയാണ്, ഇസ്ലാമിൽ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു സംഭവം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചാടാനോ ഒക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രേമത്തിലൊക്കെ പെട്ട് ജിഹാദിത്തരത്തിലൊക്കെ പെട്ട് കിടക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ അവിടെ പോയി വെറും ഭോഗവസ്തുവായിട്ട് ജീവിക്കാന്നുള്ളതല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. വെറും ഭോഗവസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഭോഗവസ്തുവായിട്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾക്കൊരു ചെലവിന് തരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ സ്ഥിരമായിട്ട് കടന്നു കൊടുക്കണം. എവിടെ? രാത്രിയും പകലും എല്ലാം അവിടെ കടന്നു കൊടുക്കണം. അതുകൂടാതെ ഇവൻ 2 നിക്കാഹ് ചെയ്തിട്ട് വരികയാണെങ്കിൽ അവൾക്കും അവന് സമ്മതമാണെന്നുണ്ടെങ്കിൽ നീ അവര് തമ്മിൽ ശാരീരബന്ധത്തിൽ ഏർപ്പെടുന്ന എന്ത് ചെയ്യണം? കണ്ടുകൊണ്ട് നിൽക്കണം. മനസ്സിലായോ? ഇനി അതുകൂടാതെയോ 24 മണിക്കൂറും ഏത് നിമിഷവും, രാവും പകലും ഇല്ലാതെ ഏത് നിമിഷവും തന്നെ ആസ്വദിക്കാൻ ഭർത്താവിന് വിട്ടുകൊടുത്താൽ മാത്രമേ ഭാര്യയ്ക്ക് ചെലവിനുള്ളൂ. എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നത്? ഏക ഭർത്താവിന്റെ ഭാര്യയായി, ഏക ഭാര്യയുടെ ഭർത്താവായി ജീവിക്കുന്ന സുന്ദരമായ കൃത്യവിശ്വാസത്തിന് മൂല്യമുള്ള ആ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ നിന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം.
അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയാണ്, ഇനി ഏതെങ്കിലും ഒരു മുസ്ലിമോ കാര്യങ്ങളോ വന്നിട്ട് ഏറ്റവും നല്ല വിവാഹ ജീവിതം ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കറുത്ത ചാക്കിൻ്റെ അകത്തൊക്കെ കയറ്റിയുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഫറൻസുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് കടന്നു വരാം. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ.